ഹലോ നമസ്കാരം. എൻ്റെ പേര് അമൽ. ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിലൊക്കെ കയറണേ. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ എൻ്റെ ടെൻഷൻ മാറാനായിട്ട് ഞാൻ തന്നെ മനസ്സിലൊരു BGM ഒക്കെ ഇട്ടിട്ടാണ് വരണേ. പിന്നെ ഞാൻ എൻ്റെ സെറ്റ് ഞാൻ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു വരണേൻ്റെ മുന്നേ. അപ്പോൾ അമ്മ പറയാണ് ഈ സാധനത്തിൽ എനിക്കൊന്നും മനസ്സിലാവണില്ല, കുറച്ച് സീരിയലിൻ്റെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യേ അപ്പോൾ മനസ്സിലാവുന്നു. പക്ഷേ എനിക്ക് സീരിയൽ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മ പറയാ നിൻ്റെ സെറ്റിൽ രേഷ്മയുടെയും ശ്രുതിയുടെ ഒക്കെ പേരുണ്ടല്ലോ, അതെന്താ സംഭവം എന്ന്. അമ്മയോട് എന്ത് പറയാനാണ്, ഞാൻ അമ്മയുടെ ഒരു താല്പര്യത്തിന് വേണ്ടി സീരിയലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ ആദ്യമായിട്ട് സ്വാതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നെ ഡെയിലി വിളിക്കും. എന്താണെന്നറിയില്ല, ഡെയിലി ചേട്ടനെ വിളിക്കാറുണ്ടോ സ്വാതി? ഇല്ലല്ലോ, വിളിക്കില്ല. കാരണം ലോയൽറ്റിയാണ് സ്വാതിയുടെ മെയിൻ. സ്വാതി എന്നെ മാത്രമേ വിളിക്കുള്ളൂ. പക്ഷെ പണ്ടൊരു തീണ്ടായിരുന്നു രേഷ്മ എന്ന് പറഞ്ഞിട്ട്, അവൾ എന്നെ തേച്ചിട്ട് പോയി. അവൾ എന്നോട് പറഞ്ഞു എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു പൂനെയിലത്തെ ഏറ്റവും വലിയ കാട്ടുകോഴിയാണ് നിന്റെ മുന്നിൽ നിൽക്കണേ, ധൈര്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞോന്ന്. അവളുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പാട്ട് പാടും, ചുറാക്കെ ദിൽ മേരാ ഗോറിയ ചെല്ലിന്ന്. അവൾ എൻ്റെ ഹൃദയം കട്ടുകൊണ്ട് പോയിന്ന്. പക്ഷെ പിന്നെയാണ് മനസ്സിലായേ ഹൃദയമൊന്നും ആരും കക്കില്ല. 5 മാസത്തെ സാലറി, 10,000 രൂപയുടെ ഒരു ഹെഡ്സെറ്റ്, പിന്നെ പോണ പോക്കിന് എൻ്റെ ഒരു കൂട്ടുകാരനെയും കട്ടുകൊണ്ടിട്ടാ പോയി. എനിക്ക് ചെറുപ്പത്തിൽ വലിയൊരു ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്നോട് പലരും പറയും നീയാണ് ഇവിടുത്തെ സച്ചിൻ എന്ന്. കാരണം ബാറ്റ് എൻ്റെ ഇല്ല, എൻ്റെ ബാറ്റാണ്. അവരെന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ബാറ്റായിട്ട് വീട്ടിൽ പോകും. എൻ്റെ വീട്ടിൽ ക്രിക്കറ്റ് കാണാമെന്ന് വെച്ചാൽ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ അമ്മ അജാതി സീരിയൽ അഡിക്റ്റാണ്. അമ്മ 6:09 അമ്മ കുളിച്ച് കുറിയും തൊട്ട് വരും, ദേവി മഹാമായ മൂകാംബിക നാലാംബിക അഞ്ചാംബിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ദേവി മഹാത്മ്യ സീരിയൽ വയ്ക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മ സീരിയലിൻ്റെ iPhone 11 ആണെങ്കിൽ എൻ്റെ അച്ഛൻ iPhone 11 Pro Max ആണ്. അച്ഛൻ വേറെ ലെവലാണ്. എൻ്റെ അച്ഛന് വർക്കുള്ളപ്പോൾ സീരിയൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തേഴ്സ്ഡേക്കാണ് അവിടെ ലീവ്, വ്യാഴാഴ്ച വന്നിരുന്നിട്ട് ഒരാഴ്ചത്തെ ഫുൾ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ TV കാസ്റ്റ് ചെയ്തിട്ട് കാണും. അതാണ് അച്ഛൻ. എൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറയും മോനെ ഇന്നലെ ഞാൻ ഈ സീരീസിൻ്റെ 3 എപ്പിസോഡ് രാത്രി ഇരുന്ന് കണ്ടുന്ന്. ഞാൻ പുച്ഛിച്ച് തള്ളും പോടാന്ന് പറഞ്ഞിട്ട്. എൻ്റെ അച്ഛൻ ഒരാഴ്ചത്തെ ഫുൾ എപ്പിസോഡ് ഇരുന്ന് കാണുന്നത് വീട്ടിൽ നിന്നിട്ടാണ് നിൻ്റെ 3 എപ്പിസോഡ്. എൻ്റെ അമ്മ വേറെ ലെവലാണ്. എൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഫേസ്ബുക്കിൽ സീരിയലൊക്കെ അപ്ലോഡ് ആവും TV പറഞ്ഞിട്ട് മുമ്പേ. പക്ഷേ അതിൽ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, വീഡിയോ ഉണ്ടാവില്ല. അമ്മ അതിരുന്ന് കാണും ആദ്യം. എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് സീരിയൽ തുടങ്ങുന്നേക്കാളും മുമ്പ് ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് കാണും. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അമ്മ പറയും നേരത്തെ ഓഡിയോ മാത്രമല്ലേ കേട്ടുള്ളൂ, ഇപ്പോൾ വീഡിയോ കൂടിയും കാണാമെന്ന്. എന്നിട്ട് 7 മണിക്ക് TV ഓണാക്കും. TV ഓണാക്കിയിട്ട് അവിടെ പോയിട്ട് തയ്യൽ മെഷീൻ ഓണാക്കും, കുടുക്കുടുക്കുടുക്കുടു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയും അമ്മ നിർത്തിക്കൂടെ? അമ്മ പറയും വേണ്ടടാ ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. നേരത്തെ വീഡിയോ കണ്ടില്ല, ഇപ്പോൾ ഓഡിയോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയും അമ്മ. അതാണ് അമ്മ. കഷ്ടം തോന്നും. പക്ഷേ ഈ സീരിയലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും യൂട്യൂബിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും ഒരുവിധം സിമിലറാണ് ഞാൻ കണ്ടുപിടിച്ചത്. കാരണം യൂട്യൂബിൽ ആദ്യം വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ പതുക്കെ ആഡ് തുടങ്ങി, നമുക്ക് സ്കിപ്പ് ചെയ്യാന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ആഡ് ഫുള്ള് കണ്ടാലേ നമുക്ക് യൂട്യൂബിലെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അടുത്ത് പിന്നെ 2 ആഡാക്കി. ഇപ്പോൾ ഇനി നാളെ അവർ പറയും മോനെ നീ ഇന്നിരുന്ന ആഡ് കാണ്, നാളെ നിനക്ക് വീഡിയോ വെച്ചേരാന്ന് പറയും അവർ. അതെ, സീരിയൽ ആദ്യം അരമണിക്കൂർ സീരിയലാണെങ്കിൽ ലാസ്റ്റത്തെ 5 മിനിറ്റ് മാത്രമേ ആഡ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അവർ 15 മിനിറ്റ് സീരിയൽ 15 മിനിറ്റ് ആഡ്, ആ ലെവലാക്കി ഇപ്പോൾ. പക്ഷേ ഇനി വരുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇനി വരുമ്പോൾ സീരിയൽ നടക്കുക, തമ്പുരു ബിഹേവ് യുവർ സെൽഫ്, പോയിരുന്നു പഠിക്കൂ. മമ്മി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സും ഒന്നും ഇല്ല, എന്ത് ചെയ്യണം? അവിടെ പോസ് എടുത്ത് ഓൺലൈനായിട്ട് CA CMA CPA എല്ലാം പഠിക്കാം. പിന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ IPL കാണൽ കുറച്ചു. IPL അല്ല, ക്രിക്കറ്റ് ഇൻ ജനറൽ കാണൽ കുറച്ചു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ട്, അജയ് ശാസ്ത്രി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ആ പുള്ളിക്ക് കല്യാണാലോചന വരുന്നുണ്ട്. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ 1 സൈക്കോണ്. കാരണം ചെറുപ്പത്തിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആരെങ്കിലും ഔട്ടായില്ലെങ്കിൽ ബോൾ എടുത്ത് തലയ്ക്ക് എറിഞ്ഞിട്ട് റിട്ടയർഡ് ആക്കും. അതേപോലെ പത്ര ഓഫീസിലൊക്കെ പോയിട്ടേ ചേട്ടാ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴി മറന്നു, എനിക്ക് ആ വഴി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും, സ്വന്തം വീട്ടിലേക്കുള്ള വഴി. അതേപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് റിലയൻസിന്റെ സ്റ്റോക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുമോ, കറക്റ്റ് സമയമാണെന്ന് ചോദിക്കും. ഇജാതി സൈക്കോണ്. ഈ പുള്ളി ഇടയിൽ സിനിമാ നടനാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈദരാബാദിലേക്ക് പോയിണ്ടായിരുന്നു. ഹൈദരാബാദിൽ പോയി 1 ഷോ ഓഫ്, സിനിമാ നടനാവണമല്ലോ. അവിടെ ഭിക്ഷക്കാരി ഇരിക്കണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത്, എല്ലാവർക്കും 50 രൂപ വെച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവർ സന്തോഷമായി, അവർ പറഞ്ഞു മോനെ നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറയാം ഞാനൊരു സിനിമാ നടനാവാൻ വന്നാ, ഞാൻ വലിയ സിനിമാ നടനായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വരുന്നു. അപ്പോൾ അവർ പറയാ കഴിഞ്ഞ വർഷം ഞാനും സിനിമാ നടനാവാൻ വേണ്ടി വന്നായിരുന്നു, നിനക്ക് വേണമെങ്കിൽ അവിടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കാം, 5 മാസം കഴിഞ്ഞാൽ നീ ഇവിടെ വരും ഭിക്ഷ ഉണ്ടാൻ വേണ്ടിയിട്ടെന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് കല്യാണം ഓക്കെ ആയി. പക്ഷെ പുള്ളിക്ക് വന്ന ഭാര്യ പുള്ളിയെക്കാളും വലിയ സൈക്കോ. വെള്ളം അടിക്കാൻ സമ്മതിക്കില്ല, വെള്ളം കൈ കൊണ്ട് തൊടാൻ സമ്മതിക്കില്ല, ആ ലെവലിൽ. എന്നിട്ട് ഈ പുള്ളി ബിസിനസ് ട്രിപ്പാന്നൊക്കെ പറഞ്ഞിട്ട്
എവിടേക്കെങ്കിലുമൊക്കെ പോവും, വെള്ളമടിക്കും, എന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞങ്ങൾ കളിയാക്കും പുള്ളിനെ, ചേട്ടാ എന്തിനിങ്ങനെ ഭാര്യയാണ് പേടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേന്ന്. പക്ഷെ പുള്ളിക്ക് അവസാനം ആശ്വസിക്കാൻ ഒരു കാര്യമുള്ളൂ, ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഭാര്യ പേടിച്ച് വെള്ളമടിക്കാൻ ബിസിനസ് ട്രിപ്പ് അടിച്ച് നടക്കണ ആദ്യത്തെ ശാസ്ത്രി പുള്ളിയല്ലല്ലോ ഒന്ന്. താങ്ക് യു, ദാറ്റ്സ് മൈ സൈഡ്.